ലൈവിൽ വീണ്ടും അടി കിടക്കുവാണ്. അനിമോൾ വന്നപ്പോൾ അനിമോൾ ചോദിക്കുന്നത്, നിനക്കൊക്കെ ചോദിച്ചൂടെ, നീയൊക്കെ ക്യാപ്റ്റൻ അല്ലേ, ബാക്കിയുള്ളവർക്ക് കഴിക്കണ്ടേ, ഇവിടെ അവൻ മാത്രം കഴിച്ചാൽ മതിയെന്ന് അനിമോൾ അക്ബറിനോട് ചോദിക്കുന്നു. ഞങ്ങൾ ചോദിച്ചാണെന്ന് പറയുന്നത്. നൂറേ ആദിലയും കൂടെ പറയുന്നത്, അവന് പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ അത്രയും ഉണ്ടാവും, ഒരു ബോട്ടിലിൻ്റെ പകുതി അവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ പങ്ക് അവൻ എടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളതങ്ങ് സമ്മതിച്ചു കൊടുക്കും, നിങ്ങൾ പോയി ചോദിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അക്ബർ അനിമോളെ തന്തയ്ക്ക് പറയുന്നു, നിൻ്റെ വാപ്പയെന്ന് പതുക്കെ ചുണ്ടുകൊണ്ട് പറയുന്നത് നമ്മൾ കേട്ടില്ല. അനീഷ് കേട്ടിട്ട് അനീഷ് അനിമോളോട് പറയുന്നു, അനിമോളുടെ വാപ്പയ്ക്ക് പറയുന്നു. എന്നിട്ട് അനീഷ് അക്ബറിനോട് പറയുന്നു, അക്ബറെ ഇത് മോശമായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ല. അപ്പം അക്ബർ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. അനീഷ് പറയുന്നില്ല, നീ കള്ളം പറയണ്ട, ഞാൻ കണ്ടതാണ്, നീ ചുണ്ടനക്കുന്നത് ഞാൻ കണ്ടതാണ്, ഞാൻ വ്യക്തമായി കണ്ടതാണെന്ന് അനീഷ് തർക്കിച്ച് പറയുന്നത്. പക്ഷേ അപ്പോൾ അക്ബർ പറഞ്ഞിട്ടുള്ളതുകൊണ്ടായിരിക്കും അക്ബർ സൈലൻ്റായി. അപ്പം അനിമോൾ എന്തൊക്കെയോ വീണ്ടും പറയുന്നുണ്ട് അക്ബറിനെ, നീ പോയി ചോദിക്കടാന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ കട്ട് എന്നില്ല. അനിമോൾ പറഞ്ഞ്, നാണമില്ലല്ലോടാ 3 ക്യാപ്റ്റന്മാർക്ക് കൂടെ കട്ട് കഴിക്കാനും, ഞങ്ങൾ കട്ട് കഴിച്ചില്ലെന്ന് പറയുന്നത്. എങ്കിൽ പിന്നെ കട്ട് കഴിച്ചവനോട് പോയി ചോദിക്കുക, എന്താ ചോദിക്കാത്ത എന്താ? അതിനൊന്നും അക്ബറിന് മറുപടിയില്ല. ആര്യൻ എന്തോ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അതിൽ പറയുന്നത്, ഇവിടെ ക്യാപ്റ്റന്മാർ മാത്രം കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ആര്യൻ പറയുന്നത്, ഞാൻ കട്ട് ചെയ്യുന്നില്ല, എന്നെ പറയില്ല, ഞാൻ കട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പാർട്ട് എടുക്കാൻ വന്നപ്പോൾ നിങ്ങളെന്തിനാണ് എൻ്റെ കൈ പിടിക്കുന്നതിനാ, അങ്ങനെ എന്തിനാണ് എടുക്കേണ്ട കാര്യം എന്താ, അവൻ്റെ കൈ കയറി പിടിക്കാൻ എന്തായിരുന്നു എന്ന് നൂറ ചോദിക്കുന്നത്. എല്ലാവരുടെയും ഫുഡ് അവനെടുത്ത് കഴിക്കുക, അതിനൊരു കുഴപ്പമില്ല. അപ്പം നമ്മളെടുക്കാൻ വരുമ്പോൾ നമ്മുടെ കൈ കയറി പിടിക്കുന്നു, സമയത്തിന് ഭക്ഷണം തരത്തില്ല. എന്തൊരു ക്യാപ്റ്റനാ മൂന്ന് പേരോട് ഒന്നിച്ച് കട്ട് നിന്ന്, ഇത് എവിടെ നടക്കും, എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അക്ബർ കുറച്ച് നേരമൊക്കെ അക്ബർ സൈലൻ്റാണ്. ആദ്യമൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അക്ബർ സൈലൻ്റാണ്. ചോദിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നിവിൻ അവിടെ നിന്ന് പറയാം, ഞാൻ എൻ്റെ ഭാഗമാണ് ഞാൻ എടുത്തത്, അല്ലാതെ ഞാൻ ആരുടെയും എടുത്തിട്ടില്ലെന്ന്. നാണമില്ലല്ലോടാ നിനക്ക് പറയാൻ, ഒരു ബോട്ടിൻ്റെ പകുതിയാണോടാ നിൻ്റെ പാർട്ട്, നിനക്ക് നാണം മാനുണ്ടോടാ ബാക്കിയുള്ളവരുടെ ഭക്ഷണം കൂടി ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത്, എത്ര നാളുകൊണ്ട് നീ ഇങ്ങനെ കഴിക്കുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോൾ ഭയങ്കരമായിട്ട് ചൂടാവുന്ന, നാണമില്ലടാ. അക്ബറിനോട് അനിമോൾ പറയുന്നത്, പോയി കക്കൂസി പോയി ഇരിടാന്ന് അനിമോൾ അക്ബറിനോട് പറയുന്ന. അക്ബർ പറയുന്നത്, നീ ആരാ, നീ എന്തോ, നിൻ്റെ വിചാരം എന്തുവാ, നീ എന്തോ പോലീസാണോന്നൊക്കെ ചോദിക്കുന്ന അക്ബർ. അങ്ങനെ ലൈവിൽ ഭയങ്കര പൊരിഞ്ഞടി കിടക്കാണ്, രാവിലത്തെ വഴക്ക് തന്നെയാണ്. ഇടയ്ക്ക് അനീഷ് പറയുന്നത്, അക്ബർ പറഞ്ഞത് തെറ്റ് തന്നെയാണ്, സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നത്, ഒരാളെ അച്ഛന് പറയുക അതെന്തൊരു മര്യാദകേടാണ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നു. നൂറ പറയുന്നത്, നെവിൻ എടുത്ത പോലെ ഞാനും എടുക്കും, എന്താ അങ്ങനെ എടുത്താലെന്താ? ആര്യം പറയുന്നത്, ഞങ്ങളെടുത്തില്ല, അവനാണ് എടുത്തത്, ഞങ്ങളെടുത്തില്ല, ക്യാപ്റ്റന്മാരെ എല്ലാം കൂടെ പറയാതെ ഞങ്ങളെടുത്തില്ല. നിങ്ങളെടുത്തില്ലെന്ന് ആര് കണ്ടെന്ന് നൂറ പറയുന്നത്, നിങ്ങളെടുത്തില്ലെന്ന് എന്താണ് ഉറപ്പെന്ന് നൂറ ചോദിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.